എന്നാ പിടിച്ചൊരു പൊളപ്പ സാധനം. ഇതെന്താ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയത് കണ്ടപ്പോൾ? ഇത് നമ്മുടെ സ്വന്തം കരിക്ക് വെച്ചുണ്ടാക്കിയ അടിപൊളി ഒരു പുഡിങ്ങാണേ. ഈ കരിക്കിനെ ഒന്ന് നോക്കിയേ എന്ത് രസമായിട്ട് അത് പാക്ക് ചെയ്തേക്കുന്നത്. ഏതോ രാജ്യത്ത് നിന്ന് കാനഡയിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് വന്ന കരിക്കാവണം. എന്തായാലും ഒരു നാടൻ കരിക്കിനെ മേക്കപ്പ് ഇട്ടെടുത്ത പോലെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്നൊരു 4 സ്റ്റെപ്പായിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ഇങ്ങനെയായിരുന്നു ഓപ്പൺ ചെയ്തെടുത്തത്. അപ്പോൾ എന്തായാലും കരിക്കും വെള്ളവും ഇതെല്ലാം എടുത്തിട്ട് വേണം നമുക്ക് ഇന്ന് ഈ പുഡിങ്ങെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം വെള്ളം എടുത്തു, അത് കഴിഞ്ഞ് കരിക്കെല്ലാം അതിൽ നിന്ന് എടുത്തു. ഇതിൻ്റെ ബാക്കിലുള്ള ഈ ബ്രൗൺ ഷെല്ല് നമ്മൾ എന്തായാലും റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ വൈറ്റ് കളറിൽ ആ പുഡിങ് ഫുള്ളായിട്ട് കിട്ടത്തുള്ളൂ. പുഡിങ്ങിനകത്ത് ഇടയ്ക്ക് കടിക്കാൻ എന്തെങ്കിലും വേണമെന്നുള്ളവർ കുറച്ച് ഇങ്ങനെ ചോപ്പ് ചെയ്ത് മാറ്റി വെക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജെലാറ്റിൻ പൗഡർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് വാം വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ പുഡിങ്ങിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കസ്റ്റാർഡ് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ പുഡിങ്ങിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല, ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും. ഈ ജെലാറ്റിൻ പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ജെല്ലി ടെക്സ്ചർ എന്തായാലും കിട്ടും. അപ്പം നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിത് ഓവനിൽ ഒരു 20 or 30 seconds ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ 1 കപ്പ് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു കരിക്കുണ്ടല്ലോ, അതും ഒരു 1 കപ്പ് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിൽക്ക്, ഏതെങ്കിലും ഒരു മിൽക്ക് ആഡ് ചെയ്യുക 1 കപ്പ്. പിന്നെ മധുരത്തിന് വേണ്ടി ഷുഗറോ ഹണിയോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക. ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് എടുത്തേക്കുന്നത്. നമ്മുടെ റെസിപ്പിയിൽ 1/2 കപ്പായിരുന്നു ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 2 സ്പൂണായിരുന്നു ആഡ് ചെയ്തത്. എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു എനിക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ വെച്ചിരുന്ന ജെലാറ്റിൻ പൗഡറും നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ഈ മിക്സിലോട്ട് പയ്യെ ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പുഡിങ് സെറ്റാകാൻ വെക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എടുക്കുക. ആദ്യം തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കരിക്ക് ആഡ് ചെയ്യുക, പിന്നെ മിക്സ് ആഡ് ചെയ്യുക. അങ്ങനെ ലെയറായിട്ട് ഓരോ സാധനങ്ങളായിട്ട് ആഡ് ചെയ്ത് വെക്കുക. ലാസ്റ്റായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ബദാമോ പിസ്താഷ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക. ഉണ്ടാക്കിയ ഉടനെ എന്തായാലും ഇത് കഴിക്കാനൊന്നും പറ്റത്തില്ല. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 5 hours എങ്കിലും ഏറ്റവും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, എങ്കിൽ ഇത് സെറ്റാവത്തുള്ളൂ. ഇതിങ്ങനെ പാത്രത്തിൽ നിന്നൊക്കെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഇളകി വരുമോ എന്നായിരുന്നു എൻ്റെ ഒരു ഡൗട്ട്. അതുകൊണ്ട് ഓരോ 1 മണിക്കൂറിലും ഞാൻ ഇത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വലിയാതെ ഇങ്ങനെ തട്ടിയൊക്കെ നോക്കിയെങ്കിലും ഇത് വന്നില്ല. വീണ്ടും വീണ്ടും തട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ പ്രാവശ്യം തട്ടിക്കഴിഞ്ഞപ്പോൾ അത് പയ്യെ ഇളകാൻ തുടങ്ങി. അങ്ങനെ അത് പയ്യെ ഇളകി വന്നു. നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലുക്ക് നല്ലൊരു ബർത്ത്ഡേ കേക്ക് പോലില്ലേ, നല്ല കുണുക്കമൊക്കെയുള്ള നല്ലൊരു പുഡിങ്, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്താ പറയണ്ടേ, ഇത് ശരിക്കും വായിലിട്ടാൽ നമ്മൾ ഈ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു സാധനമാണ് ഈ കരിക്കിൻ്റെ ഈ പുഡിങ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ മധുരം നല്ല കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 1/2 കപ്പെങ്കിലും കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ നമ്മുടെ ഷുഗറൊക്കെ ആഡ് ചെയ്താൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പുഡിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.